ഈ പരിപാടി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടത്തിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ, വളരെ ദീർഘവീക്ഷണമുള്ള ഒരാളാണ് ഈ സംഘടനയുടെ പ്രസിഡന്റ്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ ഈ പ്രോഗ്രാമിനെയൊക്കെ കാണാനും ചിട്ടപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഗാലറി ഓഫ് നേച്ചർ ഈ ഒരു പരിപാടി നടത്തി കള്ളിക്കാട് പഞ്ചായത്തിൽ നിന്ന് കടന്നു പോകാം എന്ന് കരുതേണ്ടതില്ല. തീർച്ചയായും ഈ ഒരു വലിയ പ്രവർത്തനത്തിന് വലിയ മനസ്സു കാണിച്ച ഗാലറി ഓഫ് നേച്ചറിന്റെ എല്ലാ പ്രവർത്തകർക്കും ഈ കിറ്റ് ഏറ്റുവാങ്ങുന്ന 101 കുടുംബങ്ങളുടെയും പേരിൽ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ആ സംരംഭത്തിന് മുൻകൈയെടുത്ത ശ്രീ സുമേഷ് കോട്ടൂരിനും അദ്ദേഹത്തിന്റെ കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള അഗൈതവമായ നന്ദിയും കടപ്പാടും കൂടി ഈ അവസരത്തിൽ അറിയിച്ച് അടുത്തതായി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 101 കിടപ്പ് രോഗികൾക്കുള്ള കിറ്റ് വിതരണ ഉദ്ഘാടനമാണ്. അതിലേക്കായി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബി വിനോദ് കുമാർ അവരുകളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കിറ്റ് ഏറ്റുവാങ്ങുന്നതിലേക്കായി 1-ാം വാർഡായ തേവൻകോട് വാർഡിൻ്റെ ആശാവർക്കറെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബാക്കി അംഗങ്ങളുടെ ഒരു കിറ്റ് അതാത് വാർഡിന്റെ ആശാവർക്കർമാരെ ഏൽപ്പിച്ച് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള കിറ്റുകളുടെ എണ്ണം കെട്ടിവെച്ചിട്ടുണ്ട്. അത് ആശാവർക്കർമാരെ വാർഡ് മെമ്പറെ ഏൽപ്പിക്കുന്നതാണ് കേട്ടോ. ഈ സദസ്സ്, ഈ വേദി വളരെ സമ്പന്നമാണ്. നമ്മുടെ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട അതിപ്രശസ്തരായിട്ടുള്ള ഒട്ടനവധി വ്യക്തികൾ കൊണ്ട് സമ്പന്നമാണ് ഈ വേദി. അഭിനന്ദനായിട്ടുള്ള നമ്മുടെ ജില്ലാ ജഡ്ജ്, റിട്ടയർഡ് ജില്ലാ ജഡ്ജ് ശ്രീ ഗോപകുമാർ സർ, കളങ്കാവൽ എന്ന സിനിമയിലൂടെ ആ സിനിമ നമ്മുടെ നാടിനെ സമ്മാനിച്ച, അതിനു മുൻപേ തന്നെ നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത നമ്മുടെ നാട്ടുകാരൻ ശ്രീ ജിതിൻ കെ ജോസ്, ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നമ്മുടെ നാടിന്, പ്രത്യേകിച്ച് മേരി മാത എന്ന് പറയുന്ന ഒരു കോളേജ്, ഞാൻ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുമ്പോൾ ആ പ്രദേശത്ത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി തുടങ്ങിയ സാറിൻ്റെ സ്ഥാപനമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീമതി ജിജി ജോസഫ് ആ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നതോടൊപ്പം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ വലിയൊരു ശതമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്ത മേഖലകളിൽ സംഭാവന ചെയ്യുന്നു. ഏതാണ്ട് ഒരു മാസം മുമ്പാണ് മൈലക്കരയിൽ യുവധാര എന്ന് പറയുന്ന സംഘടനയ്ക്ക് ആ പ്രദേശത്തെ വീടുകളിൽ എന്തെങ്കിലും ചടങ്ങുകൾ ഉണ്ടാകുമ്പോൾ സൗജന്യമായി നൽകുന്നതിന് 50 കസേരയും 10 മേശയും 15 മേശയും സൗജന്യമായി ആ മേഡം നൽകിയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാർഷിക പരിപാടി വരുന്ന 18-ാം തീയതി കാട്ടാക്കടയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു വീട് ഉൾപ്പെടെ ഒരു നിർദ്ധനയായ കുട്ടിക്ക് നിർമ്മിച്ച് നൽകിക്കൊണ്ടാണ് ആ വാർഷികാഘോഷത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉടമയാണ് ഇന്നിവിടെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശ്രീമതി ജിജി ജോസഫ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഒട്ടനവധി മഹത് വ്യക്തികൾ ഈ വേദിയിലുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഏതാനും പേരുകൾ എടുത്ത് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഈ പരിപാടി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടത്തിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ, വളരെ ദീർഘവീക്ഷണമുള്ള ഒരാളാണ് ഈ സംഘടനയുടെ പ്രസിഡന്റ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അദ്ദേഹം വന്ന് എന്നോട് ഈ പരിപാടിയെ കുറിച്ച് സംസാരിച്ചു. ഞാൻ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന റിസൾട്ടിന്റെ തലേ ദിവസവും അദ്ദേഹം വന്ന് സംസാരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ അന്ന് വൈകുന്നേരവും വന്ന് അദ്ദേഹം എന്നോട് സംസാരിക്കുകയാണ്. പിന്നീട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യം എന്റെ കയ്യിൽ കിട്ടുന്നത് മിനിറ്റുകൾക്കകം ഞാൻ കൂടി പ്രസിഡന്റ് ആണെന്ന് തെളിയിക്കുന്ന പ്രോഗ്രാം നോട്ടീസ്. ആ നിലയിൽ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ ഈ പ്രോഗ്രാമിനെയൊക്കെ കാണാനും ചിട്ടപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇവിടെ പറഞ്ഞു, ഒരു കൂട്ടായ്മയിലൂടെ, ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ തുടങ്ങിയ സംരംഭമാണ്. 1.5 വർഷം കഴിഞ്ഞപ്പോൾ അതിൽ പ്രവർത്തന രംഗത്തേക്ക് വന്നു. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇന്ന് പാലിയേറ്റീവ് കെയർ ദിനത്തിലാണ് അതിന്റെ തുടക്കം കുറിച്ചത്. തീർച്ചയായും ഗാലറി ഓഫ് നേച്ചർ എന്ന് മാത്രമല്ല, ഈ വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികളുടെ എല്ലാം സാന്നിധ്യവും സഹകരണവും സഹായവും എല്ലാം ഞങ്ങളുടെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ ആയിട്ടുള്ള ആളുകൾക്കും മറ്റ് നിർദ്ധരായിട്ടുള്ള ആളുകൾക്കും സാമൂഹിക സാംസ്കാരിക മേഖലയിൽ തന്നെ നിരവധി ഇടപെടലുകളും ആവശ്യമുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ പ്രധാന സഹായിയായിട്ടുള്ള ഈ സംരംഭത്തിന് വലിയ സഹായം നൽകുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. അതിലെ ജീവനക്കാർ ഈ സമീപകാലത്താണ് നമ്മുടെ പ്രദേശത്ത്
5 സെന്റ് സ്ഥലം ഒരാൾ സൗജന്യമായി സംഭാവന ചെയ്ത സ്ഥലത്ത് മനോഹരമായ ഒരു വീട് നിർമ്മിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർ അവരുടെ അധ്വാനത്തിന്റെ വിഹിതം കൊണ്ട് സമ്പാദിച്ചു. ആ ഡിപ്പാർട്ട്മെന്റിനെ ഇന്ന് കള്ളിക്കാട് പഞ്ചായത്തിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്നു. കാരണം ഇവിടെ നമ്മുടെ ഗോപകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ലഹരി മാഫിയ നമ്മുടെ ഗ്രാമത്തെയും പുതിയ തലമുറയെയും വല്ലാതെ പിന്തുടരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു മോചിതമാക്കുന്നതിന് വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ സഹായം, അവരുടെ നിരന്തരമായ സാന്നിധ്യം ഈ പ്രദേശത്ത് നമുക്കുണ്ട്. അത് കൂടുതൽ സജീവമായി ആവശ്യമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ശ്രീ ഷിബു സാറൊക്കെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, പക്ഷേ ഞാൻ നേരത്തെ ജനപ്രതിനിധി ആയിരിക്കുമ്പോഴും ഈ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കുന്നവരാണ്. അവരുടെ എല്ലാം സഹായവും പങ്കാളിത്തവും. അതോടൊപ്പം തന്നെ ഗാലറി ഓഫ് നേച്ചർ ഈ ഒരു പരിപാടി നടത്തി കള്ളിക്കാട് പഞ്ചായത്തിൽ നിന്ന് കടന്നു പോകാം എന്ന് കരുതേണ്ടതില്ല. തീർച്ചയായും വരുന്ന നാളുകളിൽ ഞങ്ങൾ നിങ്ങളെ പിന്തുടരും. നിങ്ങളുടെ എല്ലാം സാന്നിധ്യവും സഹായവും പങ്കാളിത്തവും ഗാലറി ഓഫ് നേച്ചറിനും അതോടൊപ്പം തന്നെ ഈ വേദിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളുടെയും എല്ലാം സാന്നിധ്യവും പങ്കാളിത്തവും ഞങ്ങൾക്ക് ഉണ്ടാകണം. കള്ളിക്കാട് പഞ്ചായത്തിലെ മുഴുവൻ കിടപ്പ് രോഗികൾക്കും ഇന്നിപ്പോ ഈ സഹായം നൽകാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. വാർഡ് മെമ്പർമാരുമായി കൂടി ആലോചിച്ച് നമ്മുടെ ആശാ വർക്കർമാർ പരമാവധി ഞാൻ അർഹതപ്പെട്ട ആളുകളുടെ 101 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവർക്കാണ് ഇന്നത് നൽകുന്നത്. നിർഭാഗ്യവശാൽ ഈ നോട്ടീസ് അടിച്ചതിന് ശേഷം ഇത് ഏറ്റുവാങ്ങേണ്ട 2 ആളുകൾ മരണപ്പെട്ടുപോയി. അപ്പോൾ അവർക്ക് പകരം അടുത്ത പുതിയ ആളുകളെ കൂടി കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും എന്നോട് പറഞ്ഞു ഈ ആളുകളെ ഒന്നും ഇവിടെ വിളിച്ചു കൂട്ടണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു അറിയിപ്പ് ആളിലേക്ക് നൽകിയതുമില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് നമുക്ക് നമ്മുടെ ആശാ വർക്കർമാർ മുഖേന തന്നെ, വാർഡ് മെമ്പർമാർ മുഖേന തന്നെ അത് അവർക്ക് എത്തിച്ചു കൊടുക്കാം എന്നുള്ള നിലയിലാണ്. തീർച്ചയായും ഈ ഒരു വലിയ പ്രവർത്തനത്തിന് വലിയ മനസ്സ് കാണിച്ച ഗാലറി ഓഫ് നേച്ചറിന്റെ എല്ലാ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അതിനെ കൈത്താങ്ങായി മാറിയ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ജനപ്രതിനിധികൾക്കും ഈ കിറ്റ് ഏറ്റുവാങ്ങുന്ന 101 കുടുംബങ്ങളുടെയും പേരിൽ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ആ സംരംഭത്തിന് മുൻകൈയെടുത്ത ശ്രീ സുമേഷ് കോട്ടൂരിനും അദ്ദേഹത്തിന്റെ കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള അഗൈതവമായ നന്ദിയും കടപ്പാടും കൂടി ഈ അവസരത്തിൽ അറിയിച്ച് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്ന് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.